സനൽ V2TNA ട്രിവാൻഡ്രം അമച്വർ റേഡിയോ സൊസൈറ്റിയുടെ ടാർസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ അവതരിപ്പിക്കുന്നത് ഒരു സ്മാർട്ട് ട്രാവൽ കാർഡാണ്. ഒരു പോർട്ടബിൾ ആൻറ്റിന, നിങ്ങളുടെ ഹോം സ്റ്റേഷനിൽ നിന്ന് വിട്ടു പോകുമ്പോഴും ട്രാവൽ ചെയ്യുമ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന, തോളത്തിട്ടുകൊണ്ട് പോകാൻ കഴിയുന്ന ഒരു ആൻറ്റിന. ഇതിൻ്റെ ഉപയോഗക്രമവും സൗകര്യങ്ങളും ഈ എപ്പിസോഡിൽ കൂടെ വിശദമാക്കി തരാം. ഇപ്രകാരമുള്ളൊരു കണ്ടെയ്നറിലാണ് ഈ ആൻറ്റിന സൂക്ഷിക്കേണ്ടത്. ഇതാണ് ഫോൾഡ് ചെയ്ത രീതിയിലുള്ള സ്മാർട്ട് ട്രാവൽ മേറ്റ് ക്വാഡ് ആൻറ്റിന. 144 തൊട്ട് 146 വരെ മെഗാഹെർട്സിൽ ഈ ആൻറ്റിന നന്നായിട്ട് വർക്ക് ചെയ്യും. ഇവനെ ഇപ്രകാരം അൺഫോൾഡ് ചെയ്ത ശേഷം ഒരു വിങ് നട്ടുണ്ട്. അതായത് ഒരു ടൂളിൻ്റെ ആവശ്യമില്ല. ഇത് കൂട്ടി യോജിപ്പിച്ചാൽ ആൻറ്റിന പ്രവർത്തന സജ്ജമാവും. ഇത് പൂർണ്ണമായും പ്രവർത്തന സജ്ജമായ ഒരു ആൻറ്റിനയാണ്. ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കപ്പാസിറ്റർ ഇതിൻ്റെ മാച്ചിങ് ആണ്. ഈ ഘടകമാണ് ഇതിൻ്റെ മാച്ചിങ്. അപ്പോൾ ഈ മാച്ചിങ് കപ്പാസിറ്റർ എപ്പോഴും ആൻറ്റിനയുടെ പുറത്ത് വരണം. മാത്രമല്ല ഇത് വെർട്ടിക്കലായിട്ട് പൊസിഷൻ ചെയ്യുന്നതാണ് അഭികാമ്യം. ബിക്കോസ് ഏകദേശം എല്ലാ VHF ട്രാൻസ്മിഷൻസും വെർട്ടിക്കലി പോളറൈസ്ഡ് ആണ്. ഇപ്രകാരം ഈ ആൻറ്റിന വെച്ചാൽ വെർട്ടിക്കലി പോളറൈസ്ഡ് ആയിട്ടുള്ള സിഗ്നൽസ് നന്നായിട്ട് പിടിച്ചെടുക്കും. ഇപ്രകാരം വെച്ചാൽ ഹൊറിസോണ്ടൽ പിടിക്കും, ഡയഗണലായിട്ട് വെച്ചാൽ രണ്ടും പിടിക്കും. പക്ഷേ റെക്കമെൻഡേഷൻ വെർട്ടിക്കലായിട്ട് വയ്ക്കുന്നത് തന്നെയാണ്. ഇപ്പോൾ ആൻറ്റിന പൂർണ്ണമായും നമുക്ക് ഉപയോഗിക്കാൻ സജ്ജമായി കഴിയും. ഇനി വേണ്ടത് ഒരു കേബിളാണ്. ഒരു ചെറിയ ലെങ്ത് കനം കുറഞ്ഞ കേബിൾ എടുക്കാം. ഇതിൽ SO239 കണക്ടിവിറ്റിയാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. ഒരു PL259 കണക്ടർ, മേൽ കണക്ടർ തിരിച്ച് കയറ്റുക. ഇത് നിങ്ങളുടെ റിഗിൻ്റെ ആൻറ്റിന കൺവെർട്ടബിലിറ്റി എന്താണോ അതിനനുസരിച്ചുള്ള ഒരു അഡാപ്റ്റർ ഉപയോഗിക്കാം. ഇപ്പോൾ എൻ്റെ റിഗിലെ SMA ആണ്. ഒരു SMA to SO239 കൺവേർട്ടറാണ് ഈ കാണിക്കുന്നത്. ഈ കൺവേർട്ടർ ഇപ്രകാരം ഇതിനകത്ത് തിരിച്ച് കയറ്റുക. ചില BNC ഉള്ള റിഗുകളിലാണെങ്കിൽ ഡയറക്റ്റായിട്ട് അതിനുള്ള കൺവേർട്ടർ കിട്ടും. മറ്റേ ഉണ്ട്. അതായത് 1 മിനിറ്റിനകത്ത് നമുക്ക് ഈ ആൻറ്റിന ഏത് ലൊക്കേഷനിൽ നിന്നും വർക്ക് ചെയ്യാൻ അനുയോജ്യമാക്കാം. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, ഇത് നിലത്തിട്ട് വർക്ക് ചെയ്യാം, എവിടെ ചാരി വയ്ക്കാം, ഒരു മരച്ചില്ലയിൽ ഇപ്രകാരം തൂക്കിയിട്ട് വർക്ക് ചെയ്യും. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കഴിയുന്നതും ഈ വെർട്ടിക്കൽ എലമെൻ്റ് മേലേക്ക് വയ്ക്കണം. ഇതിപ്പോൾ വർക്ക് ചെയ്യാൻ പറ്റും. സോ കാർപ്പറ്റിലിടാം, ഹോട്ടലിൽ താമസിക്കുമ്പോൾ ബെഡിലിട്ട് വർക്ക് ചെയ്യാം, കർട്ടനിൽ തൂക്കിയിടാം, കർട്ടൻ ഡോറിൽ തൂക്കിയിടാം. ഇപ്രകാരമുള്ള റോഡിൽ ഒരു കേബിൾ ടൈ വെച്ചിട്ട് ഒരു കേബിൾ ടൈയോ വെൽക്രോയോ വെച്ചിട്ട് ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ജനലിൽ കൂടെ ഈ സാധനം പുറത്തേക്കിടാം. ഒരുവിധം കുഴപ്പമില്ലാതെ 10, 30, 40 കിലോമീറ്റർ ദൂരമുള്ള റിപ്പീറ്ററുകൾ വരെ ഇതുകൊണ്ട് പിടിച്ചെടുക്കാൻ പറ്റും. ഇതാണ് സ്മാർട്ട് ട്രാവൽ ആൻറ്റിന ട്രാവൽ മേറ്റിൻ്റെ പ്രാഥമികമായ ഉപയോഗക്രമം. നമുക്കൊരു റിപ്പീറ്റർ വർക്ക് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്ന റിപ്പീറ്ററാണ്. ഇതിൻ്റെ ടോൺ നിങ്ങൾക്ക് കേൾക്കാം. ഇതിൻ്റെ ഹൈറ്റ് നോക്കുക, വളരെ കുറവാണ്. എൻ്റെ കയ്യേക്കാനും താഴെയാണ് ഞാൻ എന്നെ ഇരിക്കുന്നത്. ഇതങ്ങ് മാറ്റാം. എൻ്റെ നിലത്ത് വയ്ക്കുകയാണ്. ഇപ്പോഴും കേൾക്കാം. മുൻപ് ചെയ്തതുപോലെ മരത്തിൽ തൂക്കിയിടുകയാണ്. ഇപ്പോഴും റിപ്പീറ്ററിൻ്റെ ടോൺ നിങ്ങൾക്ക് തിരിച്ച് കിട്ടും. ഇവയെല്ലാം കൊണ്ടും എൻ്റെ എമർജൻസി സാഹചര്യത്തിലും ഈ ആൻറ്റിന ഉപയോഗിക്കാൻ പറ്റും. ഇത് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രധാന ഉദ്ദേശം. അത് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നത് വരെ ഹലോ.